Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ആണ് നമ്മുടെ മുമ്പിൽ നെക്സ്റ്റ് വരാൻ പോകുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ഓൺലൈനായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യുക. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ് എപ്പോഴായിരിക്കും 6th സെമസ്റ്റർ എക്സാം എന്നുള്ളത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. മാർച്ച് മാസത്തിൽ തന്നെ നമ്മൾ 6th എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാ എക്സാംസും യൂണിവേഴ്സിറ്റി കറക്റ്റ് സമയത്താണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ 5th ഒക്കെ നവംബറിൽ വിളിച്ചു. റിസൾട്ട് പെട്ടെന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മാർച്ച് മാസത്തിൽ തന്നെ 6th എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ 5th റിസൾട്ട് വന്ന് ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് പല കുട്ടികളുടെയും മാർക്ക് പ്രതീക്ഷിച്ച പോലെ വരാത്തത് ഉണ്ട്. അവർ റിവാലുവേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് 18th വരുന്നത്. ഓക്കെ, സോ നമ്മുടെ മുമ്പിൽ ഏകദേശം 2 മാസമാണുള്ളത്. ഒരു 60 ദിവസം ഇല്ല. കാരണം ഇതിൽ ഒരുപാട് ദിവസങ്ങൾ ആഘോഷങ്ങൾക്ക് വേണ്ടി പോകും. നിങ്ങളുടെ ഫൈനൽ ഇയർ ആണ്. റെഗുലർ കോളേജിൽ ആഘോഷങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അല്ലേ. കോളേജ് കാലഘട്ടം കഴിയുകയാണ്. അപ്പോൾ സെൻഡ് ഓഫ് ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളുണ്ടായിരിക്കും. ദെൻ അതിൻ്റെ കൂടെയാണ് ഈ പേപ്പേഴ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ പലരും ക്ലാസ്സിൽ കയറാണ്ട് നടക്കുന്ന കുട്ടികളുണ്ട്. ആഘോഷങ്ങൾ ഇനി കോളേജിലേക്ക് ഇതുപോലെ കിടന്ന് നടക്കാനുള്ള ഒരു അവസരം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ബട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ പഠനം ഉഴപ്പരുത്. നിങ്ങൾക്ക് 6th സെമസ്റ്ററിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും ജോബിലോട്ടൊക്കെ പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ എങ്ങനെ ഇത് വിനിയോഗിക്കാം, അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് റിക്വസ്റ്റാണ് നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്നു മുതൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസിൻ്റെ സീരീസ് ആരംഭിക്കുകയാണ്. 50 days സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6th സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് ആൻഡ് GST, അതുപോലെ തന്നെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 മാസം തികച്ചില്ല. അതിൽ ഒരുപാട് ദിവസങ്ങൾ ആഘോഷങ്ങളും കാര്യങ്ങളായിട്ട് പോകും. പിന്നെ ജനുവരിയിലാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ്. സോ അതുകൊണ്ട് നമ്മളൊരു 50 days സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ വയ്ക്കുന്നത്. 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, 50 days സ്റ്റഡി പ്ലാൻ. ദെൻ ഇതിന് ശേഷം നമ്മുടെ ഡേറ്റ് വരുമ്പോഴാണ് നമുക്കറിയാം 50 ദിവസത്തിന് ശേഷം കിട്ടുന്നതൊക്കെ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കിലൊക്കെ എക്സാം ആണെങ്കിൽ അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് നമ്മുടെ കയ്യിലുള്ളത് കുറയും. അതല്ല സെക്കൻഡ് വീക്കൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ദിവസം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, റിവിഷൻ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ മാർക്സ് കൂടും, നമുക്ക് കോൺഫിഡൻസ് അവിടെ കൂടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 2 മെയിൻ പേപ്പേഴ്സ്, കോർ പേപ്പേഴ്സ് ആണ്. നമ്പർ 1 ഇൻകം ടാക്സ് ആൻഡ് GST ബികോം സ്റ്റുഡൻസിന്. ദെൻ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതാണ് 2 പേപ്പേഴ്സ് വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ ഏതാണെന്ന് സംശയം നിങ്ങൾക്ക് പറയാം, ഇൻകം ടാക്സ് ആൻഡ് GST അല്ലെ. ഒരുപാട് സമയം നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് ആൻഡ് GST. കാരണം ഡിറക്റ്റ് ടാക്സ് നിങ്ങൾ 5th സെമസ്റ്ററിൽ പഠിച്ചു. അവിടെ പഠിച്ചത് എന്താണ്? 5 heads മാത്രമാണ്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ആദ്യം തന്നെ ആ സിലബസിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ 5th സെമസ്റ്ററിൽ ഇത് 5th ടാക്സ് ആണ്, 5 heads ആണ് നിങ്ങൾ പഠിച്ചത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ നിങ്ങൾ ഇവിടെ 2 മൊഡ്യൂൾ നമ്പർ 1ലും അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 2ലും നമ്മൾ 5 headsന് ശേഷം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അല്ലെ, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വല്, ദെൻ അതിനുശേഷം ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവേഴ്സ്, ഇങ്ങനെ 2 മൊഡ്യൂളിലായിട്ട് നമുക്ക് ഇവിടെ ഡിറക്റ്റ് ടാക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ 5th പഠിച്ചത് നല്ല രീതിയിൽ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ 6th ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 1 നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 5th പഠിച്ച എല്ലാതും അറിഞ്ഞിരിക്കണം, ആ 5 heads അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ
മൊത്തം 5 മൊഡ്യൂളിൽ 2 മൊഡ്യൂളിൽ ഡിറക്റ്റ് ടാക്സ് ആണ് പഠിക്കാനുള്ളത്. ഒരു എസ്സേ ഷുവറായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യണതാണ്. നമ്മളെന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യും, ഓരോന്നിൻ്റെയും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ. ഇനി ബാക്കി 3 മൊഡ്യൂൾ വരുന്നത് GST ആണ്. സോ GST എന്ന് പറയുമ്പോൾ ടാക്സ് ലോയാണ് അവിടെ പഠിക്കാനുള്ളത്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വെറുതെ നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വെച്ചാറമോ പഠിക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ തിയറിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കണം, ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി ആ ബേസ് കിട്ടണം. എന്താണ് സപ്ലൈ, ഇപ്പോൾ ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, അങ്ങനെ ഒരുപാട് ടീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സമയം മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. ദെൻ അങ്ങനെ ഒരു 3 മൊഡ്യൂള് GST കാണാം. അപ്പോൾ ഇങ്ങനെ ഡിറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് ആൻഡ് GST. അപ്പോൾ നമുക്ക് വരുന്ന 4 സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞു 2 എണ്ണം കോർ പേപ്പേഴ്സാണ്. 2 സബ്ജക്ട്സ് എന്ന് പറയുന്നത് കോർ പേപ്പേഴ്സാണ്. ഓക്കെ, കോർ പേപ്പേഴ്സാണ്. ദെൻ 2 സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷനാണ്. സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സാണ് വരുന്നത്. സോ കോർ പേപ്പേഴ്സിൽ GSTക്ക് നമ്മളൊരു 50 days ആണ് ഇപ്പോൾ പ്ലാൻ വയ്ക്കുന്നത്. 50 days സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ 15 ദിവസം നിങ്ങൾ നിർബന്ധമായും ഇൻകം ടാക്സ് ആൻഡ് GST ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പ്രോബ്ലം പേപ്പറിന് ഇനിയുള്ള ദിവസങ്ങളിൽ 15 ദിവസം, 15 days. ഓക്കെ, നല്ല രീതിയിൽ മാറ്റിവെക്കുക. ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പ് പറയാറുണ്ട്. കാരണം പ്രോബ്ലം പേപ്പർ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനായിട്ട് മുമ്പ് ഉള്ള സ്റ്റഡി പ്ലാനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിർബന്ധമായും പഠനം ആരംഭിക്കേണ്ടത് രാത്രിയായിരിക്കണം. രാത്രി ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറയുന്നത്, ഒരു 7 PM നിങ്ങൾ പഠനം ആരംഭിക്കുക. അതൊരു 2.5 മണിക്കൂറോ 2 മണിക്കൂർ 2.5 മണിക്കൂർ മിനിമം നിങ്ങൾ ചെയ്യുക. ആ രാത്രി പഠിച്ച കാര്യം പ്രോബ്ലം രാത്രി പഠിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഓളിയും ബഹളമൊന്നും ഉണ്ടാവില്ല. കമ്പാരിറ്റീവ്ലി പകലിനെ കമ്പയർ ചെയ്യുമ്പോൾ രാത്രിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കുക. അതിപ്പോൾ ചിലർക്ക് 7:30 പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എപ്പോഴാണ് പഠിക്കണമെങ്കിൽ 8 o'clock പഠിച്ചൊരു 2 മണിക്കൂർ പഠിക്കുക. പിറ്റേ ദിവസം എണീറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പഠിച്ച കാര്യങ്ങൾ ഒരു അരമണിക്കൂർ, ½ an hour റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കി പോവാ, അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നല്ല പറയണത്. ഓൾറെഡി പഠിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് എണീറ്റ് പഠിച്ച കാര്യം ഒരു ബ്രേക്ക് എടുത്തു, ഉറങ്ങി. കാലത്ത് എണീറ്റ് ആദ്യം ജസ്റ്റ് ഇതൊന്ന് നോക്കുക, ഇന്നലെ പഠിച്ച പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ എന്താ സംഭവം, കുളിക്കുന്നേക്കാളും എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുമ്പ് പറയണ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ജസ്റ്റ് ഒന്ന് ഓവറോൾ പോവുക. പിന്നെ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഷ് ചെയ്യുകയാണെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മൾ തലേദിവസം പഠിച്ച കാര്യങ്ങൾ ഈ ചെയ്ത പ്രോബ്ലമൊക്കെ അറിയാണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കണമെന്നില്ല, അറിയാണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ ഇത് എന്ത് ചെയ്യും, കടന്നു പോകുന്നുള്ളതാണ്. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കടന്നു പോകും, നിങ്ങൾ എഫേർട്ട് എടുക്കാണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ പ്രോബ്ലം പേപ്പേഴ്സ് ടഫായിട്ടുള്ളത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണത്. നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ പ്രോബ്ലം പേപ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. തിയറി പേപ്പേഴ്സ് നിങ്ങൾ പകൽ പഠിക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈം ലഭിക്കുന്നതെങ്കിൽ തിയറി പേപ്പർ പകൽ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 മണിക്കൂർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറായിരിക്കും ഇഫക്റ്റീവ്ലി പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ ടൈം എങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വിനിയോഗിക്കുക. ബട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളത് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്ത് ചെയ്യുമ്പോഴും ഈ പേജുകളൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ മുമ്പിൽ വരുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇൻകം ടാക്സ് ആൻഡ് GSTക്ക് 15 ദിവസം. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് വരുന്നത്. തിയറി പേപ്പറാണ്. നല്ല രീതിയിൽ എവിടെയും പഠിക്കാനുണ്ട്. ഓഡിറ്റിങ്ങും കോർപ്പറേറ്റ് ഗവേണൻസ് 2 സബ്ജക്റ്റുകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. തിയറിയാണ്. ഒരു 10 days നിങ്ങൾ
ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. 10 ദിവസം. ഇതിലാദ്യം നമുക്ക് കാണാം ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്നു. അതിനുശേഷം ലാസ്റ്റ് 2 മൊഡ്യൂൾസാണ് കോർപ്പറേറ്റ് ഗവേണൻസ് വരുന്നത്. തിയറി നല്ല രീതിയിൽ വായിക്കാണ്ട്, ഒരു രക്ഷയില്ല പഠിക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം. അപ്പോൾ 25 ഡേയ്സായി കോർ പേപ്പേഴ്സിന്. ഓക്കെ, ഇനി സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സാണ് വരുന്നത്. സോ അവിടെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് 2 സബ്ജക്റ്റ് വരുന്നു. അതിൽ ഒരു പ്രോബ്ലം, ഒരെണ്ണം തിയറിയാണ് വരുന്നത്. സോ പ്രോബ്ലം പേപ്പർ ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളിത് കഴിഞ്ഞിട്ട് MCOM ആവട്ടെ MBA ആവട്ടെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വീണ്ടും പഠിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണെങ്കിൽ അവിടെയും പഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. പ്രോബ്ലം പേപ്പറാണ്. സോ ഇവിടെ ഒരു 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യും. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ടേമുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ 15 ഡേയ്സ് മാറ്റിവെക്കുക. 15 ദിവസം. ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി ടേമുകൾ ഒരുപാട് ഉണ്ടെങ്കിലും ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് അവിടെ ഉണ്ട്. കാരണം സിമ്പിളായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്കിത് പാസ്സാകാനും ഹൈ സ്കോറിലോട്ട് പോകാനും സാധിക്കും. ഞാനതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം, എങ്ങനെ ഏത് ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങൾ. പ്രോബ്ലം പഠിക്കാണ്ട് നിവൃത്തിയില്ല, എസ്ഐക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നതാണ് ഇവിടെ. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ 15 ദിവസം മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് സബ്ജക്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അഗെയിൻ തിയറി പേപ്പർ. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എത്ര കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഗേൾസിനാണ് ഇത് എൻ്റെ ടേം എന്താണെന്നുള്ളത്, ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കില്ല. ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഇവിടെയും കവർ ചെയ്യാനുള്ളതാണ് ഡെറിവേറ്റീവ്സിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ PGക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീണ്ടും നിങ്ങളുടെ പിന്നാലെ വരുന്നൊരു സബ്ജക്റ്റാണ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അങ്ങനെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം ഈ പറയുന്ന ഫോർവേഡ്, സ്വാപ്പ്, ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ്. ഓക്കെ, സോ അങ്ങനെ ഒരു 10 ദിവസം ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സിന് വേണ്ടിയിട്ട് 15 ഡേയ്സും 15 × 2 30 ഡേയ്സ്. ദെൻ തിയറി പേപ്പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 10 ദിവസം. അങ്ങനെ ടോട്ടൽ 50 ഡേയ്സ് നമ്മുടെ ഈ 4 സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അപ്പം ഇന്ന് 10-ാം തീയതിയായി. ഓക്കെ, ദെൻ എക്സാമിൻ്റെ ഡേറ്റ് എന്നാണ് വരുന്നത് അതനുസരിച്ച് മാർച്ചിൽ ബാലൻസ് കിട്ടുന്ന ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ഇതിൻ്റെ ഇടയിൽ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ പേപ്പർ ഉണ്ട്. റിസർച്ച് മെത്തഡോളജി. സോ റിസർച്ച് മെത്തഡോളജി പേപ്പറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും അഡീഷണൽ മാറ്റി വയ്ക്കേണ്ട വരും സമയം. അത് ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റാണ് അല്ലേ, പ്രൊജക്റ്റ് വൈവി ഉണ്ട്. ഇവർക്കാണെങ്കിൽ റിസർച്ച് മെത്തഡോളജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 4 or 5 ഡേയ്സ് എന്തായാലും നിങ്ങളുടെ കിട്ടുന്ന അനുസരിച്ചിട്ട് മാറ്റി വയ്ക്കുക. 4 to 5 ഡേയ്സ്, 5 ദിവസം. ഞാൻ എന്താ അങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് മെത്തഡോളജി നിങ്ങൾ ഓൾറെഡി BRM എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചില്ലേ ഇപ്പോൾ 5th BRM, അതിലുള്ള പല കാര്യങ്ങൾ തന്നെയാണ് റിസർച്ച് മെത്തഡോളജി പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സമയം നമ്മൾ റിസർച്ച് മെത്തഡോളജിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന്. ഓക്കെ, ദെൻ പ്രൊജക്റ്റ് റെഗുലർ സ്റ്റുഡൻസ് നല്ല രീതിയിൽ ചെയ്യുക. അതിൻ്റെ വൈവ ഇതും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് നിങ്ങൾ ആ രീതിയിൽ പോവുക, കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, പ്രോബ്ലം പേപ്പേഴ്സാണ്. ലാസ്റ്റ് ടൈമിലോട്ട് ഒരു കാരണവശാലും മാറ്റി വയ്ക്കരുത്. കാരണം ഈ പറയുന്ന ഇൻകം ടാക്സ് ആൻഡ് GST അതിൽ ലോയാണ്, ടാക്സ് ലോയാണ്. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലൂടെ വരുമ്പോൾ പ്രോബ്ലം പേപ്പറിൽ ടെക്നിക്കൽ ടൈംസിൻ്റെ കൂമ്പാരം അവിടെ ഉണ്ട്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇൻഡെപ്തിലുള്ള അനാലിസിസ് എങ്ങനെ പഠിക്കണം
അതിനുള്ള സെപ്പറേറ്റ് വീഡിയോ, അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.